ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് വയനാട് സ്വദേശിക്ക്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് സ്വദേശിയായ 25-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നാണ് ഇയാൾ രോഗലക്ഷണത്തോടെ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയത്. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8ആയി. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ രോഗികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. ഇതിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ 6 പേരും വയനാട് ജില്ലയിലെ 2 പേരുമാണ് ചികിത്സയിലുള്ളത്. രോഗത്തിന്റെ ഉറവിടം കൃത്യമായി വ്യക്തമാകാത്തത് ആരോഗ്യ വകുപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സാമ്പിളുകളുടെ പരിശോധനാ ഫലവും താമരശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ച സ്ഥലത്തു നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം ശേഖരിച്ച സാമ്പിൾ ഫലവും ലഭ്യമായിട്ടില്ല. അതേസമയം 1 മാസത്തിനിടെ 46 പനി മരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. പനി ബാധിതരുടെ എണ്ണത്തിലെ വലിയ വർധനവാണിത്. എലിപ്പനി ബാധിച്ച് 28 പേരും സംസ്ഥാനത്ത് മരിച്ചു. പമ്പിലെ ജീവനക്കാരുമായി തർക്കം. ആലുവ അത്താണിയിൽ പെട്രോൾ പമ്പിൽ യുവാവ് ബൈക്ക് കത്തിച്ചു. പൊട്ടിത്തെറി ഒഴിവായത് തലനാരിഴയ്ക്ക്. യുവാവ് മദ്യലഹരിയിലായിരുന്നെന്ന് നാട്ടുകാർ. ആലുവയിൽ പെട്രോൾ പമ്പിനകത്ത് ബൈക്കിലെത്തിയിട്ട യുവാവിന്റെ പരാക്രമം. ദേശം സ്വദേശി പ്രസാദാണ് അത്താണിയിലെ പമ്പിൽ പരാക്രമം കാണിച്ചത്. പെട്രോൾ അടിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ബൈക്കിലെത്തിയിട്ടെന്നാണ് സൂചന. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. CPIM-ലെ കത്ത് വിവാദം. 1 കോടി നഷ്ടപരിഹാരം വേണം. വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിയുമായി ഡോക്ടർ TM തോമസ് ഐസക്. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ CPIM-ലെ കത്ത് വിവാദത്തിൽ നിയമ നടപടിയുമായി മുൻ ധനമന്ത്രിയും CPIM നേതാവുമായ ഡോക്ടർ TM തോമസ് ഐസക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് നോട്ടീസ് അയച്ചു. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. അഭിഭാഷകൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. വിവാദമായ കത്തിൽ MP രാജേഷ്, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ ബിനാമിയാണ് UK വ്യവസായിയായ രാജേഷ് കൃഷ്ണ എന്ന് ആരോപിച്ചിരുന്നു. മാത്രമല്ല, വിദേശത്തെ ചില കടലാസ് കമ്പനികളുടെ പേരിൽ തീരദേശ മേഖലയിൽ ചില പദ്ധതികൾ കൊണ്ടുവരികയും അതിന്റെ പേരിൽ കടലാസ് കമ്പനി ഉടമകളുടെ കയ്യിൽ നിന്നും CPIM-ന്റെ നേതാക്കൾ പണം വാങ്ങി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും PBക്ക് നൽകിയ കത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കടലാസ് കമ്പനി ഉടമകളുടെ കയ്യിൽ നിന്നും CPIM-ന്റെ നേതാക്കൾ പണം വാങ്ങി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും PBക്ക് നൽകിയ കത്തിൽ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതിയെ മൈസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കല്യാട്ട് മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതിയെ മൈസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കർണാടക ഹുൻസൂർ സ്വദേശിയാണ് ദർശിത എന്ന പേരുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ദർശിതയുടെ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കി. ഹെവി വാഹനങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കി. നവംബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം. KSRTC ബസ്സുകൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും ഇത് ബാധകം. ഹെവി വാഹന ഡ്രൈവർമാരുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ആണ് കൂടുതൽ അപകടങ്ങൾ നടന്നതെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മാസപ്പിറവി കണ്ടു. കേരളത്തിൽ നബിദിനം സെപ്റ്റംബർ 5. കേരളത്തിൽ നബിദിനം സെപ്റ്റംബർ 5. ഇന്ന് റബിയുൽ അവ്വൽ മാസപ്പിറവി കേരളത്തിൽ പലയിടങ്ങളിലും ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം. സംയുക്ത ഖാസിമാരായ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവരാണ് പ്രഖ്യാപനം നടത്തിയത്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് ഉൾപ്പെടെ മാസപ്പിറവി കണ്ടതോടെയാണ് അടുത്ത മാസം സെപ്റ്റംബർ 5 നബിദിനം എന്നതിൽ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിരിക്കുന്നത്. തകർത്താടി കൊല്ലം.
കൊച്ചിക്ക് 237 റൺസ് വിജയലക്ഷ്യം. KCLൽ കൊല്ലം സെയിലേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 237 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 236 റൺസ് എടുത്തത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും തകർപ്പൻ ബാറ്റിംഗാണ് കൊല്ലത്തിന് സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ സമ്മാനിച്ചത്. ചാമ്പ്യന്മാരുടെ ബാറ്റിംഗ് സർവാധിപത്യം കണ്ട മത്സരത്തിൽ കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കി സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും നിറഞ്ഞാടി. ആദ്യ 2 മത്സരങ്ങളിലും തങ്ങളുടെ പതിവ് ഫോമിലേക്ക് ഉയരുവാൻ കഴിയാതിരുന്ന ഇരുവർക്കും നേരിയ വ്യത്യാസത്തിലാണ് സെഞ്ചുറി നഷ്ടമായത്. അഭിഷേക് ജെ നായർ 3-ാം ഓവറിൽ പുറത്തായതോടെയാണ് ഇരുവരും ഒത്തുചേർന്നത്. നേരിട്ട ആദ്യ പന്തുകളിൽ ലഭിച്ച ഭാഗ്യത്തിന്റെ ആനുകൂല്യം സച്ചിൻ മുതലാക്കി. അഖിൻ സത്താറിനെ ബൗണ്ടറി പായിച്ച് അക്കൌണ്ട് തുറന്ന സച്ചിൻ തുടർന്നുള്ള ഓവറുകളിൽ 4ന്റെയും 6ന്റെയും പെരുമഴ തീർത്തു. 22 പന്തുകളിൽ നിന്നും സച്ചിൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. കൊച്ചി ക്യാപ്റ്റൻ സലി സാംസൺ ബൌളർമാരെ മാറി മാറി പരീക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. 10ാം ഓവറിൽ 100 കടന്ന കൊല്ലം സെയിലേഴ്സ് 14ാം ഓവറിൽ 150 പിന്നിട്ടു. എന്നാൽ PS ജെറിൻ എറിഞ്ഞ ആ ഓവറിൽ തന്നെ സച്ചിൻ മടങ്ങി. ജെറിനെ ഉയർത്തിയടിക്കുവാൻ ശ്രമിച്ച സച്ചിനെ വിനൂപ് മനോഹരൻ പിടികൂടുകയായിരുന്നു. 44 പന്തുകളിൽ നിന്നും 6 4ഉം 6 6ഉം അടക്കം സച്ചിൻ 91 റൺസ് നേടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.